ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓണമൊക്കെ വരാൻ പോവുക. ഞാനാണെങ്കിൽ 110 മൂട് ബന്ധിത്തൈ നട്ടതെന്ന് പറഞ്ഞാൽ ഒരു മൂട്ടിൽ 2 വെച്ചാൽ നട്ടേക്കുന്നത്. നമ്മളിപ്രാവശ്യം എന്ന് പറഞ്ഞാൽ പണ കോരിയിട്ടല്ല നട്ടേക്കുന്നത്. കാരണമെന്ന് പറഞ്ഞാൽ ഈ മഴ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, നമ്മളെ ചതിച്ച് കളയും. തൈകളൊക്കെ അഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ തറ നിരപ്പിന്, അതായത് അടിയിലോട്ട് മണ്ണ് നല്ല രീതിയിൽ കൊത്തി ഇളക്കിയിട്ട് ചാണകപ്പൊടി ഇട്ടിട്ടാണ് നമ്മൾ നട്ടേക്കുന്നത്. ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ 1.5 ആഴ്ചയും കൂടെ ആകുമ്പോഴത്തേന് വീണ്ടും നമ്മൾ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ഇച്ചിരി വേപ്പിൻ പിണ്ണാക്കുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ചാണകപ്പൊടി എത്രത്തോളം ഇടുന്നോ അത്രയും നല്ലതാണ്. അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മണ്ണ് വെട്ടി കൂട്ടി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ മണ്ട നുള്ളി കൊടുക്കാൻ പരുവാകുമ്പോൾ മണ്ട നുള്ളി കൊടുക്കുക. അപ്പോൾ നല്ല ബുഷായിട്ട് വളരും. കാരണം ഓരോ ഇലയ്ക്കും ഓരോ ബ്രാഞ്ചായിട്ട് പൊട്ടിക്കിളിച്ച് അതിന് ശേഷം പിന്നെയെന്ന് പറഞ്ഞാൽ ചരിഞ്ഞ് വീഴും. വെയിറ്റ് കൂടുതലാകുമ്പോൾ ചരിഞ്ഞ് വീഴും. അപ്പോൾ നമ്മൾ ഓരോ തടത്തിലും നമ്മൾ കമ്പ് അടിച്ചു കൊടുക്കണം. അടിച്ചു കൊടുത്തിട്ട് വള്ളിക്ക് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല അടിപൊളിയായിട്ട് ഓണത്തിന് പൂത്ത് നിൽക്കും. ഇതേ കണ്ടോ, ഇങ്ങനെയാണേ. നമ്മൾ ഒരു മൂട്ടിൽ 2 വെച്ച് നട്ടേനെ ഇതെന്ന് പറഞ്ഞാൽ 2 കിട്ടിയാൽ അത്രയും നല്ലത്. ഈ മഴയായതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ഒന്നഴുകിപ്പോയാലും ഒരു മൂട് എന്തെങ്കിലും സംഭവിച്ചാലും ഒരു മൂട് കൂടെ കാണും. നല്ല ബുഷായിട്ട് നല്ല ഇതായിട്ട് തിങ്ങി പൂ പിടിച്ച് നിൽക്കുമല്ലോ. അത് കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ. ഞാനിപ്പോൾ തുടർച്ചയായിട്ട് 3-ാം വർഷമാണ് ബന്ദി നടുന്നത്. ആദ്യത്തെ പ്രാവശ്യം 400 മൂട് നട്ടു, കഴിഞ്ഞ പ്രാവശ്യം 50 മൂട് നട്ടു, ഇപ്രാവശ്യം 110 മൂട് നട്ടു. എന്തുവാ മെയിനായിട്ട് ഇത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അലമ്പിക്കളിക്കാനും അത്തപ്പൂക്കളം ഇടാനും കൂടെ. അതുപോലെ തന്നെ ബാലൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും നമ്മുടെ അടുത്ത് പൂ കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ പൂ കൊടുക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെ പല ഉദ്ദേശങ്ങളാണ് ഉള്ളത്. അപ്പോൾ ശരി ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.